ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്ത ഇന്ത്യ മുന്നണി എംപിമാർക്ക് നന്ദി അറിയിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 15 മുതൽ 24 വരെ വോട്ടുകൾ ചോർന്നുവെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. ഇന്ത്യ മുന്നണിയുടെ അവകാശവാദത്തെ NDA പരിഹസിക്കുമ്പോൾ ക്രോസ് വോട്ടിംഗ് എവിടെ നിന്നൊക്കെ ഉണ്ടായി എന്നറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് NDA. ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ഒത്തൊരുമയെ ബാധിക്കും എന്നുള്ളൊരു ഘട്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് DMK-യിൽ നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് ഇപ്പോൾ കരുതപ്പെടുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. രണ്ടാമത്തേത് ഗുജറാത്താണ്. ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MPമാർ ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ള തരത്തിൽ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ ഗവർണർ കൂടിയായിരുന്നു CP രാധാകൃഷ്ണൻ, NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന, അവരുടെ 4 MPമാർ, ഒപ്പം കോൺഗ്രസിൽ നിന്നും 3 വോട്ടുകൾ കൂടി മഹാരാഷ്ട്രയിൽ നിന്നും NDAയ്ക്ക് പോയി എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പഞ്ചാബിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ MPമാർ, ഡൽഹിയിൽ നിന്നും സ്വാതി മലിവാളുണ്ട് ആം ആദ്മി പാർട്ടിയുടെ, അത് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നും ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ പലതും ഭരണപക്ഷത്തേക്ക് NDAയിലേക്ക് ചോർന്നു എന്നുള്ള കാര്യം കൂടി അഭ്യൂഹങ്ങളായി നിലനിൽക്കുന്നു. രാജസ്ഥാനിൽ നിന്നും ഒരു വോട്ട്, അത് ഹനുമാൻ ബനേവാൾ, അദ്ദേഹത്തിൻ്റെ വോട്ടും NDAയിലേക്ക് തന്നെ പോയി എന്നുള്ള കാര്യമാണ് നിലവിൽ കരുതപ്പെടുന്നത്. ഇത്തരത്തിൽ പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട്. അങ്ങനെ ആകെ 15 മുതൽ 24 വരെ വോട്ടുകളാണ് പ്രതിപക്ഷ ചേരിയിൽ നിന്നും NDAയിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് നിലവിൽ പല റിപ്പോർട്ടുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ അലയൻസിൻ്റെ രാഷ്ട്രീയം എന്താണ്. അവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. ഒരു പ്രത്യേക ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇതിൽ പരിശോധനയുണ്ടാകും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരു ആഭ്യന്തര പരിശോധന തന്നെ നടത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് ബീഹാർ തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ആകെത്തുകയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ഒരുപക്ഷെ ബാധിക്കും എന്നുള്ളൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും കോൺഗ്രസിന് പുറമെ മറ്റ് ഘടകകക്ഷികൾ കൂടി കൃത്യമായൊരു അന്വേഷണം വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തണമെന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ MPമാർ തന്നെ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്.